ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന വേറെ ഒന്നുമല്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പെരയുടെ മണ്ട ഇതുവരെയും കാണിച്ചിട്ടില്ല. എല്ലാ ഭാഗവും വിജയനുണ്ട്, എല്ലാ ഭാഗവും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പെരയുടെ മണ്ട കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരയുടെ മണ്ടയ്ക്ക് കുറിച്ച് പറയുന്നേക്കേ ഉള്ളൂ, പെരയുടെ മണ്ട കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചെന്നാൽ ടൈം കിട്ടിയപ്പോൾ പെരയുടെ മണ്ട കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പെരയുടെ മണ്ട കാണിക്കാൻ പോവാണ് ഗൈസ്. വരൂ. കേട്ടോ, പക്ഷേ ഞാനത് കൂടാതെ ഈ പെരയുടെ മണ്ടയ്ക്ക് ഒരു ഫോൺ എടുത്തിട്ട് വരുന്നത് നമുക്ക് ഭയങ്കര ഇതായിരുന്നു ഗൈസ്. ഭയങ്കര പേടിയായിരുന്നു. ആ ഫോണാണ് തല്ലിയിട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാനിന്ന് കൊല്ലും. ഫോണാണെന്താ അറിയില്ല. ഞാൻ അവിടുന്ന് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന തന്നെ പേടിയായിരുന്നു. ഫോണാണ് തള്ളിയിട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും എടുത്തുകൊണ്ട് വന്നതാണ് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഡ്രസ്സ്? ഒരു പഴയ ഡ്രസ്സായിരുന്നു, ഞാൻ നല്ലോണം തേച്ച് കഴിയും. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു മുല്ലപ്പൂവിൻ്റെ ചെടി കാണാൻ പറ്റും. ചെടിയെല്ലാം ഒരു മരം പോലെ നിൽക്കുകയാണ് ഇപ്പം. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, അതിൽ മുട്ടു പോലും ഇല്ല, പൂവുമില്ല, മുട്ടുമില്ല. പിന്നെ ഒരു ആത്തക്കയുടെ മരം നിൽപ്പുണ്ട്, കുറേ ആത്തക്ക ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. വ്യൂ ഇറങ്ങി ഇത്രേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് കാണിക്കാൻ തന്നെ പേടി, അമ്മ എന്നെ എന്തോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ നമ്മുടെ പെരയുടെ മണ്ട എന്നൊക്കെ പറയാനായിട്ട്. കണ്ട് ഇത്രയേ ഉള്ളൂ. അത് ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കാം. പിന്നെ നിങ്ങൾ ഇത്രയും അങ്ങ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പം നാളെ കാണാം. നാളെ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ബൈ ബൈ. ലാക്സ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ.